ആളുകൾ പറയുന്നതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല. എല്ലാവർക്കും ചെവി കൊടുത്താൽ പിന്നെ അതിനെ നേരം കിട്ടും. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നൊരു വാക്യമുണ്ട്, ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ അങ്ങേക്കു ടെൻഷൻ നൽകാതിരിക്കട്ടെ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് സാഹിർ, മജ്നൂൻ, കദ്ദാബ് എന്നൊക്കെയല്ലേ. ഈവൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഒരു പ്രവാചകന്മാരും പരിഹാസത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. യൂസുഫ് നബിയെക്കുറിച്ച് അവർ പറഞ്ഞു വെച്ചത് മോഷണം നടത്തുന്നയാളെന്നാൽ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് വ്യഭിചാരി എന്നായിരുന്നു. ഒരു കാര്യം ഓർക്കുക, ജനങ്ങളുടെ നാട്ടിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ച നന്മയെ പ്രകീർത്തിക്കും, മദ്ഹ് ചെയ്യും എന്നൊന്നും ആരും കരുതി കാത്തിരിക്കേണ്ടതില്ല. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹ്, ആളുകൾ എന്നെക്കുറിച്ച് മദ്ഹല്ലാതെ പറയരുത്, അതിനുള്ള വഴി ഒരുക്കി തരണം. അള്ളാഹു തിരിച്ച് മൂസാ നബിയോട് പറയാണ്, എന്റെ വിഷയത്തിൽ പോലും ആളുകൾ രണ്ടഭിപ്രായക്കാരാണ്. എനിക്ക് ഭാര്യയുണ്ടെന്നും മക്കളുണ്ടെന്നും വാദിക്കുന്നവരല്ലേ, പിന്നെയാണോ നിന്റെ കാര്യത്തിൽ? അപ്പോൾ ആക്ഷേപം, പരിഹാസം, പിന്നെ ജഡ്ജ്മെന്റ്, ഇതൊക്കെ ഒഴിവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് തുനിഞ്ഞിരുന്നാൽ ഒന്നും നടക്കാതെ പോകും. നമ്മൾ വഴി ക്ലിയർ ആണെന്ന് ബോധ്യം വന്നാൽ ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക. അള്ളാഹു സ്വീകരിക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ.